ഇപ്പോൾ SDPI ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണമെന്ന് പറയുകയാണ് മുസ്ലിം ലീഗ് നേതാവും ഏറനാട് മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ PK ബഷീർ. ഏറനാട് മണ്ഡലത്തിൽ SDPI വോട്ട് സ്വാധീനിക്കില്ല എന്നും സ്വാധീനിക്കുമായിരുന്നെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കാണുമായിരുന്നുവെന്നും PK ബഷീർ 24-നോട് പറഞ്ഞു. PK ബഷീറിന്റെ സംസാര ശൈലിയും പ്രസംഗ ശൈലിയും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ശൈലി കൊണ്ട് തന്നെ ഏറെ ജനപ്രിയനുമാണ്. ഏറനാട് മണ്ഡലത്തിൽ അദ്ദേഹം വീണ്ടും തുടർച്ചയായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ മുന്നോട്ട് പോകുന്നത്? വിജയപ്രതീക്ഷയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ എന്താ മറുപടി? റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കും. 2021 22,500 വോട്ട് നയിച്ചത്. കുറെ 35,000 കടക്കും. ഈ 3 തവണ മത്സരിച്ച ചില ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. 4ാം തവണ PK ബഷീർ വരുമ്പോൾ MLA യിൽ നിന്നും കൂടുതലായി വേറെ എന്തെങ്കിലും ഇവർ പ്രതീക്ഷിക്കട്ടെ? അതൊക്കെ തലീനെ വേറെ ശരിയാണെങ്കിലൊക്കെ നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ SDPIയുടെ നിലപാട് സംബന്ധിച്ച ചർച്ചകൾ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുന്നു. നേമത്ത് അവർ V ശിവൻകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മഞ്ചേശ്വരത്ത് UDFന് പിന്തുണ പ്രഖ്യാപിക്കാത്തത് VD സതീശൻ SDPI വോട്ട് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്താണ് ലീഗിന്റെ ഈ വിഷയത്തിൽ? രാഷ്ട്രീയ പാർട്ടിക്കും കാര്യങ്ങളിൽ നിലപാടുണ്ടാകും. അപ്പുറം ഇപ്പുറം നിൽക്കണ്ടല്ലോ, എവിടെയെങ്കിലും ഒന്ന് നിന്നാൽ മതിയല്ലോ. SDPIയുടെ വോട്ട് വേണോ? ആർക്ക്? എവിടെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ സ്ഥാനാർത്ഥി ഇവിടുത്തെ കാര്യമല്ല എനിക്ക് അറിയേണ്ടേ ഉള്ളൂ. എന്നെ എതിർക്കുന്നുണ്ട്, എനിക്കതിൽ സ്ഥാനാർത്ഥിയുണ്ട്. ഇവിടെ BJP SDPI സ്ഥാനാർത്ഥിയാണ്, ഇവിടെ സ്ഥാനാർത്ഥിയാണ്. ഏറനാട് SDPI വോട്ട് സ്വാധീനിക്കില്ലെങ്കിലും ഈ പറയുന്ന മഞ്ചേശ്വരത്തൊക്കെ സ്വാധീനിക്കുന്നുള്ള ചർച്ചകളുണ്ട്. അപ്പൊ അതിലൊരു കൃത്യമായൊരു നിലപാട് ചർച്ചകളുടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണണ്ടേ? കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. അവിടെയൊക്കെ ഐക്യ ജനാധിപത്യമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും, പക്ഷെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. വളരെ ആവേശമാണ്, ഭയങ്കര ജനപങ്കാളിത്തമാണ്. നമ്മുടെ പാർട്ടിക്കാർ മാത്രമല്ല, എല്ലാവരും വരുന്നുണ്ട്. കുടുംബ സദസ്സൊക്കെ എല്ലാവരും വരുന്നുണ്ട്. അവരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം അവർക്കുള്ള സംതൃപ്തി എന്താണെന്നുള്ളത്. എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച ഒരു ഗവൺമെന്റ് അല്ലേ? ഏതർത്ഥത്തിലായിട്ട് നിങ്ങൾ പത്രക്കാർ ചോദിച്ചാൽ മര്യാദയ്ക്ക് മറുപടി അറിയണ്ടോ? അപ്പോൾ ഞാൻ അങ്ങോട്ട് തട്ടിക്കയറില്ലേ? ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് മറുപടി അറിയില്ലേ? പറയാനുള്ള സഹിഷ്ണുത വേണ്ടേ? അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ചെറ്റ, ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പുതിയാപ്പിള, അതല്ലേ ഏർപ്പാട്? SDPIയുടെ രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ച കാര്യത്തിലും വ്യക്തമായ മറുപടി പറയുന്നു. മഞ്ചേശ്വരത്ത് അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ കൂടി വിജയിച്ചു വരുമെന്നാണ് PK ബഷീർ പറഞ്ഞു വെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.